ഇന്ന് ഞാൻ ചതുരപ്പയർ പറിക്കാൻ പോവാണ്. ചതുരപ്പയർ നിറച്ചുണ്ടാക്കിയെടുക്കണമുണ്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ചതുരപ്പയർ മൂത്തോന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഒട്ടും ബെൻഡ് ആവുന്നില്ലെങ്കിൽ അത് മൂത്തിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ അത് സീഡിന് നിർത്തിയേക്കുക. ഈ ഒരു ചെരുവ നിറച്ച് ഈ പയർ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിളവെടുപ്പുണ്ട് ഇതിനകത്ത്. ഇത്രയും ഇറച്ചിപ്പയറാണ് ഈ ഹാർവസ്റ്റിൽ കിട്ടിയത്. ഇതൊരു മൂന്നാമത്തെ ഹാർവസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരുമാതിരി നന്നായിട്ട് ഈ തവണ എനിക്ക് വിളവെടുക്കാൻ പറ്റി. ഇനി ഇത് കണ്ടോ, ഇതുപോലെ വളയുന്നതാണ് കറക്റ്റ് പാകം. പിന്നെ കുറച്ചൊക്കെ മൂത്ത് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെയൊക്കെ മൂത്തു, അങ്ങ് വളയുന്നില്ല. കാരണം ചിലത് ചെറുതിലെ മൂക്കും, അപ്പം നമ്മൾ അറിയില്ല വലുതാവുന്നു. പിന്നെ മൂക്കും തോറും അതിന് ഗ്രീൻ കളറ് നന്നായിട്ട് കൂടും. മറ്റേതൊരു ലൈറ്റ് പച്ചയായിരിക്കും. മൂക്കും തോറും അതിന് നല്ല ഡാർക്ക് ഗ്രീനിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞാൻ അരിഞ്ഞ് കറിയാക്കട്ടെ. ഇതരിഞ്ഞു ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 14 ഇഞ്ചിൻ്റെ പാത്രമാണ്, നിറഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഒരു സവോള, അത് പാത്രത്തിൻ്റെ മുകളിൽ കിടന്നത് കമത്തിയിട്ടപ്പോൾ താഴോട്ട് പോയി. ഒരു സവോളയാണ് ഇട്ടേക്കണത്. ഇത്രയും ചതുരപ്പയർ ഒരു ഹാർവസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഹാർവസ്റ്റാണിത്. ഇത് ഒരു കൂൾ സീസൺ ആകുമ്പോഴേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇത് മറ്റേ പയറുകൾ ഉണ്ടാവുന്ന പോലെ നിറച്ചും അങ്ങ് ഉണ്ടാവത്തില്ല, എന്നാൽ ഒരു മീഡിയം ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇതിന് ഒത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ ഇറച്ചിപ്പയറെന്നും പറയും. മറ്റുള്ള ബീൻസ് പയറുകളൊക്കെ കഴിക്കുന്നതിലും ഒരു വ്യത്യസ്ത ടേസ്റ്റുമാണ് ഇതിന്. നല്ല ഭംഗി ഇത് കിടക്കണം കാണാൻ. ഈ പയർ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 14 ഇഞ്ചിൻ്റെ പാനാണ്. അത് ഒരുമാതിരി അതിൽ നിറച്ചുണ്ട്. പിന്നെ ഞാൻ ഒരു സവോളയാണ് ഇട്ടേക്കണത്. പിന്നെ തേങ്ങ, ഉണങ്ങിയ തേങ്ങ പൗഡറും ഇത്ര ഇട്ടിട്ടാണ് വഴറ്റിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. പിന്നെ സാധാരണ എല്ലാ പയറും പോലെ അധികം വേവൊന്നും വേണ്ട, ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇത് എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇന്നത്തെ ഒരു ചെറിയ ഹാർവസ്റ്റാണ്. ഒരു ചൊരക്കയുണ്ട്, ഒരു ലൂഫയുണ്ട്, പിന്നെ ഇത് സ്ക്വയർ ബീൻസ്. സ്ക്വയർ ബീൻസ് ഇപ്പോൾ കുറച്ച് നന്നായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ ടൈമാണ് ഹാർവസ്റ്റ് ചെയ്യുന്നത്. വെതർ കൂൾ ഡൗൺ ആയി കഴിഞ്ഞപ്പം നിറച്ചും കായ്ക്കുന്നുണ്ട്. ഇത്രയും ചതുരപ്പയറാണ് ആദ്യത്തെ ഹാർവസ്റ്റിൽ കിട്ടിയത്. ഇത്രയും വെച്ച് തന്നെ ഓരോ ഹാർവസ്റ്റിലും കിട്ടുന്നുണ്ട്. 2 മാസം കൂടെ ഇതുപോലെ ഹാർവസ്റ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ ഇത്രയാണ് ചതുരപ്പയറിൻ്റെ വിശേഷങ്ങൾ.